മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ കൊല്ലപ്പെട്ടു. 66 വയസ്സായിരുന്നു. ബാരാമതി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കവേ സ്വകാര്യ വിമാനം തകർന്നു വീണ് കത്തിയാൻ വരികയായിരുന്നു. ബുധനാഴ്ച രാവിലെ 8:45ഓടെയായിരുന്നു സംഭവം. അപകടത്തിൽ അംഗരക്ഷകരും PAയും ഉൾപ്പെടെ എല്ലാവരും മരണമടഞ്ഞു. 2024 ഡിസംബർ 5 മുതൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി തുടരുന്ന മുതിർന്ന NCP നേതാവാണ് അജിത് പവാർ. 8 തവണ നിയമസഭാംഗം, 5 തവണ ഉപമുഖ്യമന്ത്രി, 5 തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി, 1 തവണ ലോക്സഭാംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന NCP നേതാവായ ശരത് പവാറിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അനന്തറാവുവിൻ്റെയും ആശാറായുടെയും മകനായി മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ബാരാമതി 1959 ജൂലൈ 22 ജനനം. മഹാരാഷ്ട്ര എഡ്യൂക്കേഷൻ സൊസൈറ്റി ഹൈസ്കൂളിൽ നിന്ന് SLC-യാണ് വിദ്യാഭ്യാസ യോഗ്യത. തുടർ പഠനത്തിനായി കോളേജിൽ പോയെങ്കിലും കോഴ്സ് പൂർത്തിയാക്കിയില്ല. 1982 പൂനെ ജില്ലയിലെ പഞ്ചാര ഫാക്ടറി സഹകരണ ബോർഡ് അംഗമായാണ് പൊതുരംഗത്ത് പ്രവേശനം. 1991 മുതൽ 2007 വരെ പൂനെ ജില്ലാ സഹകരണ ബാങ്ക് ചെയർമാനായിരുന്നു. 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നിന്ന് പാർലമെന്റ് അംഗമായെങ്കിലും ശരത് പവാറിന് മത്സരിക്കാനായി ലോക്സഭാംഗത്വം രാജിവെച്ചു. 1991 മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായ അജിത് പിന്നീട് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബാരാമതിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. 1991 സുധാകര റാവു നായിക് മന്ത്രിസഭയിൽ ആദ്യമായി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയായ അജിത് പിന്നീട് 5 തവണ കൂടി ക്യാബിനറ്റ് വകുപ്പിന്റെ മന്ത്രിയായി. 2010 അശോക് ചവാൻ മന്ത്രിസഭയിൽ ആദ്യമായി ഉപമുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് പൃഥ്വിരാജ് ചൗഹാൻ, ദേവേന്ദ്ര ഫട്നായിക്, ഉദ്ധവ് താക്കറെ, ഏകനാഥ് ഷിൻഡെ എന്നീ മന്ത്രിസഭകളിൽ വീണ്ടും ഉപമുഖ്യമന്ത്രിയായി. ന്യൂസ് 1 കേരളയ്ക്ക് വേണ്ടി മുംബൈയിൽ നിന്നും ജേക്കബ് ഫിലിപ്പ്.